നിങ്ങൾ കണ്ടപ്പം വെറൊരു ടെററിസ്റ്റ് അറ്റാക്ക്. ഞാനതിനെ കണ്ടത് വേറൊരു രീതിയിലാണ്. ഇത് വെറൊരു ടെററിസ്റ്റ് അറ്റാക്കല്ലായിരുന്നു. പെൽഗാമിൻ്റെ ടൂറിസം സ്റ്റോപ്പ് ചെയ്യുക, അതേ സമയത്ത് തന്നെ അമർനാഥ് യാത്ര തുടങ്ങാൻ പോവുകയാണ്. അതിനെയും കൂടെ ബ്ലോക്ക് ചെയ്യിക്കുകയാണ് അവർ. അതിനാണ് ഇവർ ചെയ്തിരിക്കുന്നത്, പെഹൽഗാമിൽ കൊണ്ട് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ട് സോൻമർഗിലും ഗുൽമർഗിലും ചെയ്തില്ല? അത് ഈ അമർനാഥ് യാത്രയെ ബാധിക്കില്ല. അപ്പോൾ ഇവർ കണ്ടിരിക്കുന്ന കണ്ണെന്ന് പറയുന്നത് ഒന്നിൽ നിന്ന് ഒരു കണ്ടിന്യൂസ് റിപ്രിക്കഷൻസ്. ഈ സൈഡിൽ കൂടെയുള്ള ഈ ടൂറിസ്റ്റുകൾ മുഴുവൻ നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ ശ്രീനഗറിൽ പെഹൽഗാമിലേക്കുള്ള ആൾക്കാരുണ്ടാവില്ല. അതുപോലെ തന്നെ പെഹൽഗാം വഴി പോകുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ആ വഴിക്ക് പോവില്ല. പിന്നുള്ള ബാക്കിയുള്ള എന്താണ്, ഇപ്പുറത്തൂടെ പോയി കങ്കൺ വഴിക്ക് സോൺമാർഗ് പോയി അവിടെ നിന്ന് കിസ്ത്വ വാലി കൂടെ കയറി അമർനാഥ് പോകുന്നു. അപ്പം എന്താ, അവിടെ റഷായി. അപ്പോൾ ആളുകൾ പോകാൻ മടിക്കും. ഇതൊക്കെ കണ്ണ് കണ്ടിട്ട് ഒരു സ്ട്രാറ്റജിക്കൽ അറ്റാക്കാണ് അവർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ബുദ്ധിയില്ല, തലയ്ക്ക് ഒരു ഓണമില്ലാത്ത ഈ തണ്ടികളൊക്കെ അവരുടെ തലയിൽ അവരെന്താ വിചാരിച്ചെന്നറിയോ, ഇതിന് കെടുക്കുമ്പോഴത്തേക്കും പഴയ ഇന്ത്യ പോലെ പെട്ടെന്ന് കത്തിയെടുത്ത് കുറേ മുസ്ലിംസ് പുറത്തിറങ്ങും, കുറേ ഹിന്ദുക്കൾ പുറത്തിറങ്ങും, കലാപം തുടങ്ങും എന്നുള്ളതാണ്. ഒന്നും നടന്നില്ല. ബിക്കോസ് അവർ എക്സ്പോസായി ഇപ്പം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതാരാണ് ചെയ്തിരിക്കുന്നത്? പാകിസ്ഥാൻ ആർമി ചീഫിൻ്റെ, ഞാൻ 100% നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ ആ ന്യൂസ് കിട്ടും. ഇതിൻ്റെ കംപ്ലീറ്റ് പിറകിൽ ചുക്കാൻ വലിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ ആർമി ചീഫാണ്. അവൻ ആ ഗവൺമെൻറ്റിനെ ടോപ്പിൾ ചെയ്യണം. പാകിസ്ഥാൻ ഗവൺമെൻറ് ഇപ്പോൾ ഭരിക്കുന്ന സിവിൽ വോട്ടഡ് ഗവൺമെൻറ്റിനെ ടോപ്പിൾ ചെയ്തിട്ട് മിലിറ്ററി ഭരണം കൊണ്ടുവരാൻ വേണ്ടിയിട്ടിരിക്കുന്ന നവാസ് ഷെരീഫിൻ്റെ അതേപോലുള്ളൊരു ആറ്റിറ്റ്യൂഡുള്ള ഒരാളാണത്. സിയാവുളക്കൻ്റെയും നവാസ് ഷെരീഫിൻ്റെയും അതുപോലുള്ള ആർമി ജനറൽസ് ടേക്ക് ഓവർ ചെയ്തിട്ടുള്ള ആ പവർ ഗ്രീഡഡ് പേഴ്സണാണ് ഇപ്പോഴത്തെ ചീഫ് ഇരിക്കുന്നത്. പക്ഷെ അവർ ടെറർ ഗ്രൂപ്പ് ഓൾറെഡി ഇതിൻ്റെ മൊത്തം ഏറ്റെടുത്ത്. ആരാണ് ഈ ടെറർ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നത്? ISI. ആരാണ് ഈ ISI? അത് ഈ ആർമിയുടെ അണ്ടറിലുള്ള വേറൊരു വിങ്ങാണത്. ഇവന്മാരാണ് ഈ ടെററിസം മുഴുവൻ വളർത്തിയെടുക്കുന്നത്. അപ്പോൾ ആ ISIക്കാർക്ക് സപ്പോർട്ട് കൊടുക്കുന്ന ആരാണ്? ഇവർക്ക് ഫണ്ട് വരുന്ന എവിടുന്നാണ്? സൊറോസിനെ പോലെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇരുന്നുകൊണ്ട് വളർന്നു വരുന്ന പല രാജ്യങ്ങളെയും തകർക്കാൻ വേണ്ടി നടക്കുന്ന ഒരു ഇൻ്റർനാഷണൽ മാഫിയ. അവരാണ് ഈ പൈസ കൊടുക്കുന്നത്. അപ്പം സൊറോസിൻ്റെ ടാർഗറ്റാണ് ഓൾറെഡി ഇന്ത്യ. ഇന്ത്യ വളർന്നു വരുന്നത് വെസ്റ്റേൺ രാജ്യങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഇവർ റെസ്പെക്റ്റ് തരുന്നുണ്ട്. നമുക്ക് എന്തുകൊണ്ടെന്നറിയോ, നമ്മൾ വളർന്നൊരു ലെവലിലേക്കാണ് എത്തി. നേരെ മറിച്ച് താഴ്ത്തന്നെ അവർക്ക് കട്ടി, അവർ വിചാരിച്ചില്ല ഇങ്ങനെ പെട്ടെന്നൊരു ഷൂട്ടപ്പ് വരുമെന്നുള്ളത്. നമ്മുടെ ഈ പ്രോസ്പെറിറ്റി പണ്ട് നമ്മളൊരു സ്ലോ പേസിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് ഗവൺമെൻറ് ഭരിച്ചിട്ടുണ്ട്, നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ്സ് എല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഫാസ്റ്റ് പേസിലൊരു ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾ കണ്ടു കാണില്ല. എന്ന് നിങ്ങൾ ചോദിക്കുക, എവിടെയാണ് ഈ പൈസ പോകുന്നത്, നമ്മുടെ ടാക്സ് എവിടെ പോകുന്നു? നിങ്ങൾ റോഡിലേക്ക് ഇറങ്ങുക, നാഷണൽ ഹൈവേയിലേക്ക് പോകും, അല്ലെങ്കിൽ വിഴിഞ്ഞം പോട്ട് പോലുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് നിങ്ങൾ അവിടെ പോയി കാണുക, അല്ലെങ്കിൽ എയർപോർട്ടുകളിൽ പോയി കാണുക. ഇവിടേക്കാണ് ഈ ഫണ്ട് പോകുന്നത്. അത് നമ്മൾക്കുള്ള ഫണ്ട് തന്നെയാണത്. നമ്മുടെ ടാക്സ് അവിടെ പോകുന്നുണ്ട്. അല്ല ഇവിടുത്തെ പോലെ അല്ലാതെ എവിടെ പോകുന്നുള്ള അറിയുന്നില്ല, അങ്ങനെയല്ല. ചോദ്യം നമ്മൾ കാണുന്നുണ്ടല്ലോ. ഇതാണ് പുറം രാജ്യങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ കാണുന്നത്. അപ്പോൾ പാകിസ്ഥാന് അവിടെ ഇരുന്നു കൊണ്ട് ഇപ്പം നമ്മളെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു പൊസിഷനല്ല, അവരുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ. അവർ തകർന്നടിഞ്ഞിരിക്കുകയാണ്. ഈ സമയത്ത് ISIക്ക് കിട്ടുന്ന പൈസ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിന് കുറച്ച് കിട്ടും. അപ്പോൾ അവർ എന്ത് ചെയ്തു, ആ പഴയ അവരുടെ ബിസിനസ്, ഇവരുടെ ട്രേഡിംഗ് ആയിരുന്നല്ലോ ടെററിസം. ഇവർ ടെററിസം വിൽക്കുമായിരുന്നു. ഇവരുടെ ടെററിസം എങ്ങനെയായിരുന്നു? ഞാൻ കീഴ്ചക്രയിൽ എന്തേ കാണിച്ച അന്നത്തെ യാഥാർത്ഥ്യമാണത്. അഫ്ഗാനിസ്ഥാൻ ജയിലുകളിൽ അന്നത്തെ താലിബാൻ്റെ റൂൾസിന് എഗൻസ്റ്റായിട്ട് ബിഹേവ് ചെയ്തിരുന്ന പല ആളുകളെയും അവരോട് ചോദിക്കാതെ താടി പഠിച്ചവനും അല്ലെങ്കിൽ അവരോട് ചോദിക്കാതെ മീശ പഠിച്ചവനും എല്ലാം പിടിച്ച് ജയിലിടുമായിരുന്നു. എന്നിട്ട് ഓരോ വെള്ളിയാഴ്ച ലംസം എടുത്ത് വെടിച്ചു കൊല്ലും. അപ്പം അതിൽ നിന്ന് ആ വെടിവെച്ച് കൊല്ലാൻ പോകുന്ന ആ ചാവാൻ പോകുന്ന മനുഷ്യന്മാരെ പാകിസ്ഥാനിലെ ISIക്കാർ പോയിട്ട് ലേലം വിളിച്ചെടുക്കും. ആ പൈസ താലിബാന് കിട്ടും. ഇറ്റ് വാസ് അടിമക്കച്ചവടം എന്നൊക്കെ പറയില്ലേ. ആ ജയിലിൽ നിന്ന് ഇവന്മാരെ കൊണ്ടുവരുന്ന സമയത്ത് അവന്മാരെ പറയുന്നത് ഇത്രയേ ഉള്ളൂ, നീ ഇന്ന് മരിച്ചു, ഈ വെള്ളിയാഴ്ച നീ മരിച്ചു, പക്ഷെ ഞങ്ങൾ നിങ്ങൾക്ക് ജീവൻ തരണം. നിൻ്റെ പണി ഇത്രയേ ഉള്ളൂ, കാശ്മീരിൽ പോയിട്ട് ഒരു AK-47 തരും, കുറച്ച് ഇനീഷ്യൽ പൈസയും തരും, ബാക്കിലൊക്കെ നീ അവിടെ നിന്ന് ഉണ്ടായിരിക്കും. പെണ്ണും കിട്ടും, ചാപ്പാടും കിട്ടും, എല്ലാം ഫ്രീ ആണ്, എവിടെ വേണമെങ്കിലും കയറി ചെന്നു. അങ്ങനെ വരുന്നവനാണ് ഈ താലിബാൻ സ്പോൺസേഡ്, താലിബാനിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള മിലിറ്റൻസിനെ പാകിസ്ഥാൻ ISI ത്രൂ കൊണ്ടുവന്ന് കാശ്മീരിൽ ഇറക്കിയത്. അപ്പോൾ അവിടുത്തെ കാശ്മീരിൽ ഇറക്കുന്ന അവനെന്ത് ഇസ്ലാം, അവനെന്ത് ഹിന്ദു, എന്ത് മുസൽമാൻ, ഒന്നുമില്ല.
അവനെ സംബന്ധിച്ചിടത്തോളം അവന് പെണ്ണ് വേണം, പണം വേണം, അധികാരം വേണം. ഈ പറഞ്ഞ പോലെ തന്നെ വെറുതെ ആളെ കിട്ടിയാലും വെടിവെച്ച് വന്നു അവിടെ ഒരു ടെററൊക്കെയാണ് ഫീൽ ചെയ്തു. ഇതാണ് ഇവിടുത്തെ ആക്ച്വലി കാശ്മീരി മിലിറ്റൻസി നടന്നിരുന്നത്, അല്ല ലോക്കൽസ് അല്ല. പക്ഷെ ഇതിൽ എഫക്റ്റ് ആയത് ആർക്കാണ്? ലോക്കൽസിന്. ആ ലോക്കൽസിന് എഫക്റ്റ് ആയത് എങ്ങനെ? കച്ചവടമില്ല. അവർക്കൊരു ആപ്പിൾ സീസണിൽ പോലും അത് കറക്റ്റായിട്ട് വിറ്റ് കളയാൻ പറ്റുന്നില്ല. അവർക്ക് ടോട്ടൽ അടിമത്തത്തിൽപ്പെട്ടു. പുറത്തുനിന്ന് പോകുന്നവൻ അവൻ പറയുന്ന പൈസയ്ക്ക് അതുകൊണ്ട് വാങ്ങിച്ചിട്ട് പോകും. 10 രൂപ അല്ലെങ്കിൽ 8 രൂപയ്ക്കൊക്കെയാണ് 1 കിലോ കാശ്മീർ ആപ്പിൾ അവിടുന്ന് വിറ്റ് പോകുന്നത്. അതെങ്ങനെയാണ്? കാരണം ഈ ട്രാൻസ്പോർട്ടേഷനിൽ 1.5 ലക്ഷത്തോളം രൂപ ഒരു ട്രക്കിന് ചണ്ഡീഗഡ് വരെ എത്താൻ വേണം. ഇതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പറയാനുണ്ടായിരിക്കും. അപ്പോൾ ഈ എക്കണോമിക്കൽ സ്റ്റാറ്റസ് മാറിയത് എപ്പോഴാണ്? 370 ആർട്ടിക്കിൾ പോയപ്പം ടൂറിസ്റ്റുകൾ വരാൻ തുടങ്ങി. ഓരോ ടൂറിസ്റ്റിൽ നിന്നും അത് 1, 10, 100, 1000 ലക്ഷങ്ങളായി, കോടികളായി. ഇത് പെട്ടെന്നാണ് ഇവൻ്റെ പോക്കറ്റിൽ പൈസ വിടാൻ തുടങ്ങിയത് കാശ്മീരീസിന്. ഷിക്കാരിക്ക് വേണ്ടിയിട്ട് അവൻ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല, ആൾക്കാരെ പുറകെ നടക്കേണ്ട ആവശ്യമില്ല. ആൾക്കാർ അത്രയും അവന് ഷിക്കാരില്ല, ആ ലെവലായിപ്പോയി. മറ്റത് ആ ഷിക്കാര 1, 2, 3 പറഞ്ഞിങ്ങനെ സ്റ്റാൻഡുകളുണ്ട് അവിടെ. അതിൽ നമുക്ക് അതിന് മുമ്പ് കൂടെ പോകാൻ പറ്റില്ല. അവന്മാർ പിടിച്ചു വലിക്കുകയായിരിക്കും ഓരോരുത്തർ. ഒന്ന് വാ അവസാനം 500 തുടങ്ങിയിട്ട് ഇത് 100 വരയ്ക്ക് എത്തും, 50 വരയ്ക്കും എത്തും. ഒന്ന് വന്ന് കയറി 1 മണിക്കൂറൊന്ന് തുഴഞ്ഞിട്ട് വരാം. ആ സ്റ്റേജിൽ നിന്ന് ഇപ്പം മാറി അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഷിക്കാരില്ല. ആദ്യമേ നമ്മൾ പറയണം 4 ഷിക്കാര വേണം നിങ്ങൾക്ക്. അപ്പം എന്തായി? ഒരു ദിവസത്തിൽ നീ 1 മണിക്കൂർ ഇങ്ങനെ പോകുന്ന സമയത്ത് 400 രൂപ നിനക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നീ 8 മണിക്കൂർ വർക്ക് ചെയ്താൽ മതി, ഗ്യാപ്പ് ഇട്ടിട്ട്. 32 രൂപ നിൻ്റെ കയ്യിൽ വന്നില്ലേ? ഈ ലെവലിലേക്കായി സീസണിൽ ഇവന്മാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു വർഷത്തിൽ, ഒരു മാസത്തിൽ ഇവന്മാർ 1 ലക്ഷം 1.5 ലക്ഷം രൂപ കാശുണ്ടാക്കുകയാണ്. ഇതിവർ പഠിച്ചു. മറ്റത് ബെക്ബോറോ സ്റ്റീൽ ഇന്നലെ 1000, 2000 ഇതൊക്കെ വെച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ട് പോയിരുന്നവരാണ്. അതാണ് കഴിഞ്ഞ വർഷം ഇവർക്കാണ്ട് കയറി മനസ്സിലായി, ഇതാണ് ജീവിതം. അവിടെ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഏത് പാതിരാത്രിക്കും അവിടെ ലൈറ്റ് ഓണാണ്. മറ്റേ ലാൽ ചൗക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 8 മണി കഴിഞ്ഞാൽ എല്ലാം ശാന്തമായി, ഒന്നുമില്ല, വല്ല സ്ട്രീറ്റ് ലൈറ്റും ഉണ്ടാവും. ഇത് കംപ്ലീറ്റ് കടകളിലെ ലൈറ്റ് ഓണാണ്. അതിനെ തകർക്കാനാണ് ഈ പാകിസ്ഥാൻ ത്രൂ നമ്മുടെ ആൻറ്റി ഇന്ത്യൻസ് ആയിട്ടുള്ള ഫോഴ്സസ്. അതിന് നമ്മുടെ ഇന്ത്യക്കകത്തും ഉണ്ട് ആ ഫോഴ്സസ്. ഇവിടെ ഗാസയ്ക്ക് വേണ്ടി സംസാരിക്കുന്നവനും CAA-NRCക്കും വേണ്ടി സംസാരിക്കുന്നവനും എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയും നേരമായിട്ട് ഒരുത്തനും ഒരു വാ തുറക്കുന്നില്ല? മേജർ രവി മാത്രം ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. നിങ്ങളെന്തേ ഇതിനെ കണ്ടം ചെയ്യാഞ്ഞത്, ഈ ടെററിസ്റ്റ് അറ്റാക്കിനെ? അതുപോലെ തന്നെ ഞാൻ കണ്ടം ചെയ്തിട്ടുള്ളൊരു കാര്യം എന്താണ്? കണ്ടമല്ല, ഞാൻ ജനങ്ങളോട് പറഞ്ഞതാണ്, ഡോണ്ട് ഫോൾ ഫോർ ദെയർ വേർഡ്സ്. അവിടെ ഹിന്ദു ആരാണ് മുസ്ലിം ആരാണെന്ന് പറഞ്ഞൊക്കെ സെപ്പറേറ്റൊക്കെ ആക്കിയിട്ട് ഇതൊക്കെ നിങ്ങളുടെ ഉള്ളിൽ തല്ലുകൂടിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കുന്ന ഒരു സ്ട്രാറ്റജിയാണത്. അപ്പോൾ ആ അറ്റാക്ക് വാസ് ജസ്റ്റ് ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ ഫസ്റ്റ് അമിട്ടാണത്. അതിങ്ങനെ കത്തി പടരാൻ വേണ്ടിയിട്ടാണ് അവരതെല്ലാം കൂടെ ചെയ്തിട്ടിറങ്ങി പോയിരിക്കുന്നത്. അത് പടരാൻ സമ്മതിക്കരുത്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കി നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കുക എന്നുള്ളത്. ഇത് ഒരുപക്ഷെ അവർ നമ്മളെ പേടിപ്പിക്കാൻ പറ്റതായിരിക്കും, പക്ഷെ ഇതിൽ നമ്മളെ ഉണർത്താനും കൂടെ ഉള്ളൊരു മെസ്സേജുണ്ട്. ഞങ്ങളിങ്ങനെയൊക്കെ ചെയ്യും എന്നുള്ളത് ഇപ്പം നമുക്ക് അനലൈസ് ചെയ്യാൻ സാധിച്ചു. നന്നായി അവനത് പറഞ്ഞത്, നീ ഹിന്ദു ആണോ ഇല്ലേ എന്നുള്ളത്. ഇല്ലെങ്കിൽ നമ്മുടെ ബുദ്ധി അങ്ങനെ വർക്ക് ചെയ്യില്ല.